മക്കളെ, കുരുക്ഷേത്ര ഭൂമിയിൽ രാത്രിയിലും തുടർന്നു വന്ന യുദ്ധം സൂര്യദേവൻ ഉദിച്ചുയർന്ന് പകൽ വെളിച്ചം പരന്നിട്ടും അവസാനിച്ചിരുന്നില്ല. രാത്രിയിൽ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ഒന്ന് വിശ്രമിക്കാൻ അവസരം കിട്ടിയതിനാൽ ചന്ദ്രോദയത്തോടെ യുദ്ധം പുനരാരംഭിച്ചപ്പോൾ എല്ലാവരും ഉന്മേഷവാന്മാരായിരുന്നു. പാഞ്ചാല രാജകുമാരനായ ദൃഷ്ടദ്യുമ്നനും ദ്രോണാചാര്യനും തമ്മിൽ യുദ്ധമാരംഭിച്ചു. 10,000-കണക്കായ ചതുരംഗപ്പട ദ്രോണരെ ചുറ്റിനിന്ന് ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ദ്രോണർ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ ശക്തിയാൽ പാണ്ഡവപക്ഷത്തുണ്ടായിരുന്ന പാഞ്ചാലർക്കും മാത്സ്യദേശക്കാർക്കും എണ്ണമില്ലാത്ത ആൾനാശവും ഗജതുരകാദികളുടെ നഷ്ടവും ഉണ്ടായി. അപ്പോൾ സപ്തർഷികൾ മറ്റു ചില മഹർഷിമാർക്കൊപ്പം യുദ്ധഭൂമിയിലെത്തി ആയുധം താഴെ വയ്ക്കുവാനും ധർമ്മവിരുദ്ധമായി ദ്രോണർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അവസാനിപ്പിച്ച് മരണത്തെ സ്വീകരിക്കുവാനും ഉപദേശിച്ചു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശാസ്ത്രം അറിയാത്തവർക്ക് നേരെ അത് പ്രയോഗിച്ച് ദ്രോണർ അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നുവെന്നും അതിനാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും മഹർഷിമാർ ആവശ്യപ്പെട്ടു. ദ്രോണാചാര്യർ ജീവിച്ചിരിക്കും വരെ പാണ്ഡവർക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ മാത്രമേ ആചാര്യൻ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതിനാൽ അതിന് ഒരു ഉപായം കണ്ടെത്തണമെന്ന് പാണ്ഡവരോട് പറഞ്ഞു. അതിൻ പ്രകാരം ഭീമസേനൻ പാണ്ഡവപക്ഷത്തിനു വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഇന്ദ്രവർമ്മൻ എന്ന രാജാവിൻ്റെ സൈന്യത്തിലെ അശ്വത്ഥാമാവ് എന്നു പേരുള്ള ഒരാനയെ ഗദയാൽ അടിച്ചു കൊന്നു. എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഭീമൻ ദ്രോണർക്കൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഭീമൻ്റെ വാക്കുകളെ ദ്രോണർ വിശ്വസിച്ചില്ല. സപ്തർഷിമാർ യുദ്ധം നിർത്താൻ ആജ്ഞാപിക്കുകയും അശ്വത്ഥാമാവ് മരിച്ചോ എന്ന സംശയം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ താൻ കേട്ട മകൻ്റെ മരണവാർത്ത സത്യമാണോ എന്ന് യുധിഷ്ഠിരനോട് ചോദിച്ചു. യുധിഷ്ഠിരൻ കളവ് പറയാൻ തയ്യാറായി. അതിന് ശ്രീകൃഷ്ണൻ്റെയും മറ്റു പാണ്ഡവരുടെയും പ്രേരണയും കൂടി ഉണ്ടായിരുന്നു. ഒപ്പം യുദ്ധം ജയിക്കണമെന്ന ആഗ്രഹവും. യുധിഷ്ഠിരൻ ഉറക്കെ അശ്വത്ഥാമാവ് മരിച്ചുവെന്നും പതുക്കെ പക്ഷേ ആന എന്നും പറഞ്ഞു. യുധിഷ്ഠിരൻ്റെ മുഖത്തു നിന്നും ആചാര്യൻ കേട്ട തൻ്റെ മകൻ്റെ മരണവാർത്ത അദ്ദേഹത്തെ ദുഃഖിതനാക്കി. ദ്രോണർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ധ്യാനനിമഗ്നനായി ആ യുദ്ധഭൂമിയിൽ തന്നെ ഇരുന്നു. സഞ്ജയൻ തുടർന്നു. മഹാരാജാവേ, ദൃഷ്ടദ്യുമ്നൻ കാത്തിരുന്ന അവസരം വന്നു ചേർന്നു. അയാൾ അമ്പുകളും വില്ലും താഴെ വച്ചു. ഒരു വാളെടുത്തുകൊണ്ട് ഒറ്റച്ചാട്ടത്തിൽ ദ്രോണരുടെ അരികിലെത്തി. ധ്യാനത്തിൽ മുഴുകിയിരുന്ന ആചാര്യനെ അയാൾ വധിക്കുവാൻ ഒരുങ്ങുന്നത് കണ്ട് രണ്ടു പക്ഷത്തുമുള്ളവർ ഒരേ സ്വരത്തിൽ അലറി, അരുതേ! പക്ഷേ ആചാര്യൻ പരബ്രഹ്മത്തിൽ ലയിച്ച് ശ്യാമവർണ്ണനായ വൈഷ്ണവ തേജസ്സിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു. ഒരു മോഹവലയത്തിൽപ്പെട്ടതുപോലെ ദൃഷ്ടദ്യുമ്നൻ നിശ്ചലമായി നിൽക്കുകയാണ്. സൂര്യതേജസ്സോടെ ഗുരുവിൽ നിന്നും പുറത്തു വന്ന ആത്മാവ് ഊർധ്വലോകത്തേക്ക് യാത്രയായി. ആ ജ്യോതിസിനെ വരവേറ്റുകൊണ്ട് ആകാശത്ത് നക്ഷത്രക്കൂട്ടങ്ങൾ നിരയായി നിന്നു. രാജാവേ, ആചാര്യൻ്റെ ആത്മാവ് തേജോഗോളം പോലെ പരമാത്മാവിൽ ലയിക്കുന്നത് കൃപാചാര്യർ, ശ്രീകൃഷ്ണൻ, യുധിഷ്ഠിരൻ, അർജുനൻ എന്നിവർക്ക് മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. രാജാവേ, ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ മോഹവലയത്തിൽ നിന്നും പുറത്തു വന്നു. അവിടെ നടന്നതൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. അയാൾ ആചാര്യൻ്റെ ശരീരത്തിൽ കൈവച്ചു. തണുത്ത ആ ശരീരത്തിൽ നിന്നും ഒരു ശബ്ദവും പുറത്തു വന്നില്ല. ദൃഷ്ടദ്യുമ്നൻ തേജസ് നഷ്ടപ്പെട്ട ആ ശിരസ് വെട്ടിമാറ്റി. വാൾ ചുഴറ്റിക്കൊണ്ട് അയാൾ അലറി. സഞ്ജയൻ തുടർന്നു. രാജാവേ, 85 വയസ്സായിരുന്നു ആചാര്യന്. എങ്കിലും ഒരു 16 വയസ്സുകാരൻ്റെ ഉത്സാഹത്തോടെ അങ്ങയ്ക്ക് വേണ്ടി പടവെട്ടി. ദൃഷ്ടദ്യുമ്നൻ്റെ ആവേശം കണ്ട് അർജുനൻ വിളിച്ചു പറഞ്ഞു, കുമാരാ, അരുത്! അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോരൂ. ദൃഷ്ടദ്യുമ്നൻ അത് കേട്ടില്ല. എല്ലാ സൈനികരും അരുതേ അരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. അർജുനൻ ദൃഷ്ടദ്യുമ്നൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. പക്ഷേ അപ്പോഴേക്കും ദ്രുപദകുമാരൻ ഗിളച്ഛേദം ചെയ്തു കഴിഞ്ഞിരുന്നു. വെട്ടിയെടുത്ത ആ ശിരസ് ദൃഷ്ടദ്യുമ്നൻ അങ്ങയുടെ പുത്രന്മാരുടെ നേരെ വലിച്ചെറിഞ്ഞു. കൗരവപക്ഷത്തു നിന്നും അസംഖ്യം പോരാളികൾ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തോട് മല്ലടിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു. മറ്റുള്ള
മൃതശരീരങ്ങൾക്കിടയിൽ നിന്നും ആചാര്യൻ്റെ ശരീരം കണ്ടെത്തുവാൻ നമ്മുടെ പക്ഷത്തെ രാജാക്കന്മാർ വളരെ പണിപ്പെട്ടു. രാജാവെ, യുദ്ധഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഭീമനും ദൃഷ്ടദ്യുമ്നനും ആലിംഗനം ചെയ്ത് നൃത്തം ചവിട്ടി. ഭീമൻ പറഞ്ഞു, ദ്രുപദകുമാര, കർണനും ദുര്യോധനനും വധിക്കപ്പെടുമ്പോൾ ഞാൻ നിന്നെ വീണ്ടും ആലിംഗനം ചെയ്യും. സഞ്ജയൻ തുടർന്നു, രാജാവെ, ദ്രോണർ മരിച്ചതോടെ യുദ്ധം ചെയ്യുവാനുള്ള ഉത്സാഹം ഇരുവിഭാഗക്കാർക്കും നഷ്ടപ്പെട്ടു. നമ്മുടെ പക്ഷത്തെ വീരന്മാരായ രാജാക്കന്മാർ ദുര്യോധനൻ്റെ ചുറ്റും കൂടി ദീനമായി കണ്ണുനീർ വാർത്തു. എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങയുടെ പുത്രൻ എവിടേക്കോ പലായനം ചെയ്തു. ഉറക്കക്ഷീണവും വിശപ്പും കൊണ്ട് സൈനികരെല്ലാം തളർന്നു. ദ്രോണരുടെ മരണം എല്ലാവരിലും വലിയ ഭയം ഉളവാക്കി. ദുര്യോധനൻ പടക്കളത്തിൽ നിന്നും പോയിക്കഴിഞ്ഞപ്പോൾ കർണൻ, കൃപർ, ശകുനി, കൃതവർമ്മൻ എന്നിവർ അവരുടെ സൈന്യവുമായി പടക്കളം വിട്ടൊഴിഞ്ഞു പോയി. അപ്പോൾ ധൃതരാഷ്ട്രർ ആകാംക്ഷയോടെ ചോദിച്ചു, സഞ്ജയ, ദൃഷ്ടദ്യുമ്നൻ്റെ ക്രൂരകൃത്യവും പാണ്ഡവരുടെ ചതിപ്രയോഗവും അശ്വത്ഥാമാവ് അറിഞ്ഞില്ലേ? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ സൈന്യത്തിലെ മഹാരഥന്മാരെല്ലാം സ്വസൈന്യത്തെയും കൂട്ടി പിൻവാങ്ങുന്നത് കണ്ട് അശ്വത്ഥാമാവ് ദുര്യോധനെ കണ്ടെത്തി ചോദിച്ചു, സുയോധന, ഇതെന്തു പറ്റി? നമ്മുടെ മഹാരഥന്മാരെല്ലാം സൈന്യവുമായി പിൻവാങ്ങുന്നുവല്ലോ. അങ്ങയെയും ഉത്സാഹം നഷ്ടപ്പെട്ട വിധത്തിലാണല്ലോ കാണപ്പെടുന്നത്. യുദ്ധം ഏറ്റവും ഭീകരമായിരുന്ന അവസ്ഥയിൽ പോലും ഇത്തരത്തിലൊരു പിൻവാങ്ങൽ കണ്ടിട്ടില്ല. പറയൂ, ഇന്ന് ഏത് മഹാരഥനാണ് വധിക്കപ്പെട്ടത്? ദുര്യോധനൻ ചേതന നഷ്ടപ്പെട്ടവനെ പോലെ അനങ്ങാതെ നിന്നു. ഇമ വെട്ടുക പോലും ചെയ്യാതെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അപ്പോൾ അവിടെ എത്തിയ കൃപാചാര്യരോട് കണ്ണുനീർ തുടച്ചുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, അങ്ങ് തന്നെ അശ്വത്ഥാമാവിനോട് പറയൂ, ഇന്ന് നമുക്ക് ഏൽക്കേണ്ടി വന്ന പരാജയത്തെക്കുറിച്ച്. ഏത് മഹാരഥനാണ് ഇന്ന് മരിച്ചതെന്നതിനെക്കുറിച്ച്. രാജാവേ, കൃപാചാര്യർ ആകെ ധർമ്മസങ്കടത്തിലായി. ദ്രോണർ വധിക്കപ്പെട്ടു എന്ന് നേരെ പറയുവാൻ അദ്ദേഹത്തിൻ്റെ നാവിന് ആയില്ല. ഇവിടെ തുടങ്ങും. ഒടുവിൽ കൃപർ പറഞ്ഞു, മകനെ, ഞങ്ങൾ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ പാഞ്ചാല സൈന്യവുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. നേരത്തെ ധാരാളം കൗരവയോദ്ധാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനാൽ ദ്രോണർ ക്രോധാവേശത്തിൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുപെട്ട പാഞ്ചാല സൈന്യത്തെ ദ്രോണർ അരിഞ്ഞു തള്ളി. ധാരാളം പാഞ്ചാലർ പ്രാണരക്ഷയ്ക്കായി ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു, ആചാര്യനെ തോൽപ്പിക്കാൻ ഇന്ദ്രന് പോലും കഴിയില്ല. അദ്ദേഹം ജീവിച്ചിരിക്കോളും പാണ്ഡവരെ നിങ്ങൾ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അശ്വത്ഥാമാവ് മരിച്ചു എന്നറിഞ്ഞാൽ ആചാര്യൻ ആയുധം താഴെ വയ്ക്കും. ആ വിവരം വ്യാജമായിട്ടാണെങ്കിലും ആരെങ്കിലും ചെന്ന് അദ്ദേഹത്തെ അറിയിക്കണം. അർജുനന് അത് സമ്മതമായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും യുധിഷ്ഠിരൻ അതിന് സമ്മതം നൽകി. എന്നാൽ ബാക്കിയുള്ള പാണ്ഡവർക്ക് അതിന് പൂർണ്ണ സമ്മതമായിരുന്നു. അപ്പോൾ വളരെ സങ്കോചത്തോടെയാണെങ്കിലും ഭീമൻ നിൻ്റെ പിതാവിൻ്റെ മുന്നിലെത്തി അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് അറിയിച്ചു. പക്ഷേ ദ്രോണർ അത് വിശ്വസിച്ചില്ല. അതിനിടയിൽ ഭീമൻ ഇന്ദ്രവർമ്മ രാജാവിൻ്റെ അശ്വത്ഥാമാവ് എന്ന് പേരുള്ള ഒരാനയെ വധിച്ചിരുന്നു. അത് യുധിഷ്ഠിരനും അറിയാമായിരുന്നു. ഭീമസേനൻ പറഞ്ഞത് കളവാണെന്ന് വിശ്വസിച്ച നിൻ്റെ പിതാവ് യുധിഷ്ഠിരനോട് ചോദിച്ചു, എന്തു വന്നാലും സത്യം വെടിയാത്ത നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഭീമൻ പറഞ്ഞത് സത്യമാണോ? വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും യുധിഷ്ഠിരൻ പറഞ്ഞു, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു, പക്ഷേ ആന. അവസാനത്തെ വാക്കുകൾ ശബ്ദം താഴ്ത്തി പറഞ്ഞതിനാൽ ദ്രോണർ അത് കേട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ താൽപ്പര്യമില്ലാത്തവണ്ണം ദിവ്യായുധങ്ങളെല്ലാം പരിത്യജിച്ച് ധ്യാനത്തിൽ പ്രവേശിച്ചു. ആ ധ്യാനത്തിൽ തന്നെ ദ്രോണർ സമാധിയായി. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഓടിയെത്തി ഇടത് കൈകൊണ്ട് ദ്രോണരുടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി ശിരസ് ഛേദിച്ചു. ചുറ്റും നിന്നവരെല്ലാം കൊല്ലരുതേ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അർജുനൻ ദൃഷ്ടദ്യുമ്നനെ തടയാൻ വേണ്ടി രഥത്തിൽ നിന്നും ഇറങ്ങി ഓടി. അവൻ ആചാര്യനെ കൊല്ലരുതേ, ജീവനോടെ എടുത്തുകൊണ്ടുപോരൂ എന്ന് വിലക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നീചനായ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ ശിരസ് വേർപെടുത്തി. മകനെ, അതാണ് ഈ കൗരവ സൈന്യത്തിന് ഇന്നുണ്ടായ ഏറ്റവും വലിയ നഷ്ടം.
അതിനാലാണ് ഈ സൈന്യമെല്ലാം യുദ്ധഭൂമി വിട്ടു പോകുന്നത്. ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, ദ്രോണർ സമാനതകളില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ബ്രഹ്മം, മാനവം, വാരുണം, ഐന്ദ്രം, നാരായണം തുടങ്ങി എത്രയോ ദിവ്യാസ്ത്രങ്ങൾ വശമുള്ള ഒരാളായിരുന്നില്ലേ അദ്ദേഹം? ധർമ്മിഷ്ഠനായ ആചാര്യനെ ദൃഷ്ടദ്യുമ്നൻ ചതിവിൽ വധിച്ചു. അസ്ത്രവിദ്യയിൽ പരശുരാമനോടും പരാക്രമത്തിൽ കാർത്തവീരാർജുനനോടും യുദ്ധത്തിൽ ഇന്ദ്രനോടും സമനായിരുന്നു ദ്രോണർ. മഹാനായ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അശ്വത്ഥമാവ് എന്തു ചെയ്തു? സഞ്ജയൻ പറഞ്ഞു, കൃപാചാര്യരുടെ വാക്കുകൾ ദ്രൗണി ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ആ കണ്ണുകൾ ചുമന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ദുര്യോധനൻ്റെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഏറെ നേരം അയാൾ കണ്ണുനീർ വാർത്തു. പെട്ടെന്ന് കോപം പൂണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. ദുര്യോധനനോട് അയാൾ ഉറക്കെ പറഞ്ഞു, രാജാവേ, നീചനായ ദൃഷ്ടദ്യുമ്നൻ ആയുധമുപേക്ഷിച്ച എൻ്റെ പിതാവിനെയാണ് വധിച്ചത്. യുധിഷ്ഠിരൻ്റെ കാപട്യവും എനിക്ക് മനസ്സിലായി. യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ എൻ്റെ പിതാവ് നിശ്ചയമായും വീരസ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും. യുദ്ധത്തിൽ മരണം സ്വാഭാവികമാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്ക് ദുഃഖമില്ല. ആ ദൃഷ്ടദ്യുമ്നൻ പടക്കളത്തിന് നടുവിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുടി ചുറ്റിപ്പിടിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അപമാനം എൻ്റെ ഹൃദയം പിളർക്കുന്നു. അവനിതിൻ്റെ ഫലം അനുഭവിച്ചിരിക്കും. ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന യുധിഷ്ഠിരൻ്റെ വഞ്ചനയും ചതിവും ഇന്ന് വെളിവായി. ധർമ്മത്തെ പരിപാലിക്കുന്നവർ എന്ന് വിളിച്ചുകൂവി നടക്കുന്ന അവരുടെ ചുടുചോര കൊണ്ട് ഇന്ന് ഞാൻ ഈ ഭൂമിയെ അഭിഷേകം ചെയ്യും. രാജാവേ, ഞാനിന്ന് ശപഥം ചെയ്യുന്നു, ഏതു മാർഗത്തിലൂടെയും ആ പാഞ്ചാലന്മാരെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും സന്തതികൾ സംരക്ഷിച്ചുകൊള്ളും എന്ന വിശ്വാസമാണ് രക്ഷിതാക്കൾക്കുള്ളത്. പക്ഷേ ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സുരക്ഷയുമില്ലാതെ എൻ്റെ പിതാവ് അപമാനിതനായി വധിക്കപ്പെട്ടു. രാജാവേ, മഹാനെന്ന് നടിക്കുന്ന ശ്രീകൃഷ്ണനും അർജുനനും അറിയാത്ത ഒരു ദിവ്യാസ്ത്രം എനിക്കറിയാം. അതിൻ്റെ പരാക്രമം പാണ്ഡവരും കൃഷ്ണനും ഇന്ന് തിരിച്ചറിയും. അതിൻ്റെ ഫലം ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതെയാക്കും. ദുര്യോധന, ഏത് വിധത്തിലായാലും അങ്ങയുടെ വിജയം ഉറപ്പിച്ചുകൊള്ളൂ. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, അതുവരെ കാർമേഘം പോലെ മൂടിയ ആകാശം പോലെ ആയിരുന്ന ദുര്യോധനൻ്റെ മുഖത്ത് ഒരു വെളിച്ചം വീശി. കൃപർ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അശ്വത്ഥാമാവ് അസ്ത്രം തൊടുത്ത തൻ്റെ ധനുസ് ആകാശത്തേക്കുയർത്തി സ്വർഗസ്ഥനായ പിതാവിനെ നമസ്കരിച്ചു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.